ഒരു വട്ടമെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? നീ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടിട്ടുണ്ടോ? നീ പള്ളിയിൽ ചെന്നിട്ട് ഇമാമിനോട് ചോദിക്കണം, ഉസ്താദെ, വ്യഭിചരിച്ചവന് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന്. അത് കല്യാണം കഴിച്ചവനും ചോദിക്കണം, കഴിക്കാത്തവനും ചോദിക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. അതോടുകൂടി നിന്റെ അസുഖം അങ്ങ് മാറിക്കിട്ടും. നിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതോടങ്ങ് മാറിക്കിട്ടും. എന്തെന്നറിയോ? നിനക്കും ഉണ്ടല്ലോ ഭാര്യ, നിനക്കുണ്ടല്ലോ വീട്ടിൽ അള്ളാനെ പേടിച്ച് നടക്കുന്നവരെണ്ണം ഉണ്ടല്ലോ. നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ നീ സൂക്ഷിച്ചോ, നീ സൂക്ഷിച്ചോ. നിന്റെ ഭാര്യയെ നീ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, എടാ, പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കടന്ന് കറങ്ങുന്നവനും ആസ്വദിക്കുന്നവനും നല്ലതുപോലെ ചിന്തിച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്കും അതേ കിട്ടത്തുള്ളടാ ചെറുപ്പക്കാരാ. എന്റെ മക്കളോട് ഞാൻ പറയാ, വ്യഭിചരിച്ച് നടക്കുന്നവൻ നിനക്കും എന്താ പറയാ, നിപ പരത്തുന്ന ജീവിയുടെ പേരെന്തായിരുന്നല്ലോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തിരിഞ്ഞെന്ന് മനസ്സിലാകുന്നു, തിരിഞ്ഞത് മനസ്സിലാകുന്നു. നിനക്കും അങ്ങനെയുള്ളതേ കിട്ടൂ. നീ ഇങ്ങനെ നടന്നോ, നീ കിട്ടുന്ന പെണ്ണും നിനക്ക് നല്ലത് കിട്ടത്തില്ലടാ ചെറുപ്പക്കാരാ. നല്ലതിന് നല്ലതേ അല്ല തരൂ, നല്ലതിന് നല്ലതേ അല്ല തരൂ.